ഒരു ഭാഗത്ത് രാജ്യത്ത് നിരവധി ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, കൊള്ള, അയോധ്യ കൊള്ള, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കുന്നു. പിന്നെ എക്സാം, വിദ്യാഭ്യാസ രംഗം വളരെ മോശമായിട്ടിരിക്കുന്നു. നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ കല്ലുകടി, നീറ്റ്, നെറ്റ് ഉൾപ്പെടെ CBSE, ഇതൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നു. പ്രതിപക്ഷം വേണ്ട രീതിയിൽ ഒരു ഉയർന്നു വരുന്നില്ലേ എന്നുള്ള ഒരു ചർച്ച പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇവിടെ കാണാനേ ഇല്ല. എങ്ങോട്ടാണ് പോയതെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. ഇങ്ങനെ മോദി സർക്കാരിന് ഇങ്ങനെ ഒരു വലിയ ഒരു വീഴ്ചയിൽ നിൽക്കുമ്പോൾ, വീഴ്ച മീൻസ് മോദി സർക്കാരിന് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ സമരം നടത്താനോ പ്രതിഷേധിക്കാനോ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല. ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് അയച്ചു എന്ന് പറയുന്നു. എല്ലാവരും ഇന്ത്യ മുന്നണി എല്ലാവരും കൂടി ഒപ്പിട്ടിട്ട് അതിൽ എല്ലാ ഘടകകക്ഷികളും ഒരുവിധം ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു നേതാവായ രാഹുൽ ഗാന്ധി ഈ സ്ഥലത്തില്ല എന്നുള്ളത് അത് പ്രതിപക്ഷത്തിന് ഉണ്ടായ ഒരു വലിയ പോരായ്മയല്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇന്ന് മോദിക്കെതിരായ പ്രതിരോധത്തിന്റെ അത് രാഷ്ട്രീയ പ്രതിരോധമാണ്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിരോധവുമാണ്, അതിന്റെ പ്രതീകമാണ്. കാരണം പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് അതിന്റെ ഭരണഘടനാപരമായ കാര്യം. രണ്ട്, കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ ജനകീയനായ നേതാവാണ്. ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് കോൺഗ്രസും പ്രതിപക്ഷവും ജനങ്ങളും ആഗ്രഹിച്ചാൽ അത് തെറ്റു പറയാൻ പറ്റില്ല. എനിക്കറിയില്ല രാഹുൽ ഗാന്ധി എങ്ങനെ പോയിക്കണേന്ന്. രാഹുൽ ഗാന്ധി ഇടയ്ക്ക് അങ്ങനെ വിശ്രമത്തിന് പോകാറുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം ഇടയ്ക്ക് പോകാറുണ്ട്. അത് എവിടെ പോകണമെന്ന് നമുക്കറിയില്ല. പോണത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പോണത് പോകാതിരിക്കുന്നു ഒക്കെ വേറെ കാര്യം. പക്ഷേ പൊളിറ്റിക്കലി ആവശ്യമായൊരു സമയത്ത് അദ്ദേഹം ഇവിടെ വന്നില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും. കാരണം പല സംസ്ഥാനങ്ങളിലും പല തീരുമാനമെടുക്കേണ്ടതും രാഹുൽ ഗാന്ധിയാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ മറ്റുള്ള ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരും. ഇപ്പൊ നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ഒക്കെ തീരുമാനം, KPCC പ്രസിഡന്റിന്റെ തീരുമാനം ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഏറ്റവും കുറഞ്ഞ പോപ്പുലാരിറ്റിയിൽ മോഡി നിൽക്കുന്ന ഒരു സമയമാണ്. ഇരുമ്പ് പഴുത്തിരിക്കും പഠിക്കണം. അപ്പൊ ഇപ്പൊ പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഇല്ലാതിരിക്കുന്നത് പ്രതിപക്ഷത്തിന് ക്ഷീണം തന്നെയാണ്. വേറെ പകരം ഇപ്പൊ വരാൻ ഇപ്പൊ പ്രിയങ്കയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ ആ പൊസിഷൻ ഇപ്പൊ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എങ്ങനെങ്കിലും പോകുന്നു, കാണാതെ പോകുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് എതിരായ വിമർശനത്തിന് ശക്തി കൂട്ടാൻ സാധ്യതയുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗം തെറ്റ്. സംഗതി അദ്ദേഹം ഇന്ത്യ മുഴുവൻ നടന്നിട്ടുണ്ട്, ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട്, പ്രതിപക്ഷത്തിനെതിരായി കൃത്യമായ ആരോപണങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. SIR-നെതിരെ ഈ ലിസ്റ്റിനെതിരെ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ക്രിട്ടിക്കലായി ഒരു ജനകീയമായൊരു മുന്നേറ്റം വരേണ്ട സമയത്ത് ഇപ്പൊ കോക്രോച്ച് പാർട്ടി അവരുടേതായ പ്രതിഷേധം നടത്തി. കാരണം ഇപ്പൊ പ്രധാനമായിട്ടുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് യുവാക്കളെ സംബന്ധിച്ചിടത്താണ്. കാരണം എക്സാമുകളാണ്, പരീക്ഷകളാണ്, സിലബസുകളാണ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. അയോധ്യ വിശ്വാസികളുടെ ഭാഗം ഒരു ഭാഗത്തിരിക്കുന്നു എങ്കിലും ഇതാണ് ഏറ്റവും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കോക്രോച്ച് പാർട്ടിയെ പോലെയുള്ള ഇവരൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷം വേണ്ട വിധത്തിൽ ഒരു ഉയർന്നു വരാത്തത് കൊണ്ട് തന്നെയല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ചെയ്യേണ്ട പണിയാണ് കോക്രോച്ച് പാർട്ടി ചെയ്യുന്നത്. അത് എത്രത്തോളം അവർക്ക് ചെയ്യാൻ കഴിയും, അതിന്റെ പിന്നിൽ വേറെ അജണ്ടകളുണ്ടോ? കാരണം ഞാനിത് ചോദിക്കാൻ കാരണം, മുമ്പ് അന്ന ഹസാരയുടെ മൂവ്മെന്റ് വന്നപ്പോൾ അതിന്റെ പിന്നിൽ അജണ്ട ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു. പക്ഷെ ആർക്കും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ അജണ്ട ഉണ്ടോ. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ തീരും പ്രശ്നം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുഴപ്പമുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ മാത്രമല്ലല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും കാലം സംരക്ഷിച്ച ആളുകൾ എന്ത് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അത് പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ ഒരു സംഗതിയായി മാറുമോ എന്ന ഭയമുണ്ട്. പക്ഷെ അത് മുതലെടുക്കേണ്ട ജോലി ആരുടെയാണ്? അത് പ്രതിപക്ഷത്തിന്റെ. അവിടെയാണ് ഇപ്പൊ സോനം വാങ്ചുക്ക് അവിടെ പോയി സത്യാഗ്രഹിക്കും CJP-യുടെ. അവർക്ക് എത്രത്തോളം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അറിയില്ല. പക്ഷെ സോനം വാങ്ചുക്ക് ഇരിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയാണ് ഇരിക്കണമെങ്കിൽ ഇതിന്റെ ലെവല് മാറിയില്ല. തീർച്ചയായിട്ടും രാഹുലിന്റെ അത്തരത്തിൽ ഒരു പ്രസൻസ് ഇന്ത്യയിൽ ഏറ്റവും ആവശ്യമുള്ള സമയം തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, അതിനു മുമ്പ് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും എന്നൊക്കെ അതുവഴി ഒരു തന്ത്രം കളിച്ചിട്ട് ഗിമ്മിക്ക് കാണിച്ചിട്ട് ഈ ഇതുവരെ ഉണ്ടായ ആരോപണങ്ങളൊക്കെ മറിഞ്ഞു കിടക്കും എന്നുള്ളൊരു സംസാരം. അത് പ്രശ്നമാണ്. അത് തൊട്ടാൽ BJP സംഘടനയ്ക്കകത്ത് പ്രശ്നമുണ്ട്. ഇനിയിപ്പോ സംഘപരിവാർ നേരിട്ട് മോഡി അത്ര വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം മോഡി ഈ കൊള്ളയിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അയോധ്യയിലെ കൊള്ളയിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ പങ്കുള്ളവരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് സംഘപരിവാറിന് ബോധ്യമുണ്ട്.
അപ്പോൾ ഇതുവരെ സംഘപരിവാറിനെ തൊടിയിച്ചിട്ടില്ല, UP ഗവൺമെന്റിനെ തൊടിയിച്ചിട്ടില്ല അയോധ്യ ട്രസ്റ്റ്. ഇവർ ഈ മോഡിയുടെ കീഴിലാണ്. അപ്പോൾ മോഡിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ അവരുടെ പാർട്ടിക്കാരും അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകളും മാത്രം നടത്തുന്ന സ്ഥലത്ത് ഇത്ര കൊള്ള നടന്നിട്ട് ഇനിയിപ്പോ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പോയാൽ സംഘപരിവാർ ഉടക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇയാൾക്ക് ഇഷ്ടമുള്ള ആളെയൊന്നും വയ്ക്കാൻ പറ്റില്ല. അവര് പിടിമുറുക്കും. കാരണം ഇനി ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഒന്നിൽ താൻ പോയിക്കോ, അല്ലെങ്കിൽ മറ്റന്നാളിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ആക്കിക്കോ. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒക്കെ കാര്യത്തിൽ വലിയ ചോദ്യം വരാൻ ഉണ്ടാവും വഴി. അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭ പുനഃസംഘടന അത്ര എളുപ്പമാവില്ല. ചില ആളിലേക്ക് എടുക്കാതിരിക്കാൻ നോക്കണ്ട്. പക്ഷെ അതിനേക്കാളും ഗുരുതരം ബില്ലുകൾ വരുന്നതാണ്. അതിലൊരു ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബില്ലാണ്. ഉദാഹരണത്തിന് ഒരാളെ ശിക്ഷിച്ചിട്ടില്ല, ഒരാൾ പ്രതിയായ ഒരു കേസിൽ 30 ദിവസത്തേക്കുള്ളിൽ ജയിലിൽ കിടന്നാൽ അയാളുടെ മന്ത്രി സ്ഥാനം, MP സ്ഥാനം, MLA സ്ഥാനം ഒക്കെ പോകുന്നതാണ്. ഇത് പ്രധാനമന്ത്രിക്ക് ബാധകമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആരെ ശിക്ഷിക്കാൻ പോണേ? പോലീസൊക്കെ ഇവരുടെ അല്ലേ. അപ്പൊ അത് വളരെ തെറ്റായ ഒരു ബില്ലാണ്. കാരണം എന്താ വെച്ചാൽ ആരെ വേണമെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആരെ വേണമെങ്കിൽ ജയിലിലിടാം. UAP ഇടാം, അല്ലെങ്കിൽ NIA ഇടാം, അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിന് ഇടാം, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചതായ ഇതൊക്കെ ഗുരുതരമായ കുറ്റങ്ങളാണ്. ഈ ഗുരുതരമായ കുറ്റങ്ങൾ ആരുടെങ്കിലും പേരിൽ ഒരു ചാർജ് ഇട്ടിട്ട് ജയിലിൽ കിടത്തി. ഇനി അവിടെ അതോടുകൂടി അയാളുടെ MLA സ്ഥാനം, MP സ്ഥാനം ഒക്കെ പോയാൽ, മന്ത്രി സ്ഥാനവും പോയാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറ്റവാളി ഒന്നൊരാൾ വിളിക്കാൻ പാടില്ല, കുറ്റാരോപിതൻ എന്നേ വിളിക്കാവൂ. അൺലെസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, നിയമത്തിന്റെ കൃത്യമായ നടപടിക്രമം അനുസരിച്ച് തീരുമാനമെടുക്കാത്തിടത്തോളം അയാൾ കുറ്റവാളിയല്ല, അയാൾ കുറ്റാരോപിതനാണ്, അക്യൂസ്ഡ് ആണ്. അപ്പൊ അക്യൂസ്ഡ് ആയ ഒരാൾ ഇപ്പൊ ശബരിമല കേസിൽ 90 ദിവസം ജയിലിൽ കിടന്നു. കുറെ ആളുകൾ 90 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുറ്റക്കാരെന്ന് പറയാൻ പറ്റും? കുറ്റവാളി എന്ന് പറയാറായിട്ടില്ല. കാരണം അവരിനി ഡ്യൂ പ്രോസസ് ലോ എന്ന് പറഞ്ഞാൽ ട്രയൽ നടത്തി ശിക്ഷിക്കണം. അപ്പൊ ട്രയൽ ഒരാൾക്ക് അവകാശമുണ്ട്, ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ. അതിനാണ് അതൊക്കെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാ ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തെ ജയിലിലിട്ടു, കേജ്രിവാളിനെ ജയിലിലിട്ടു. ഇപ്പൊ കേജ്രിവാളിന്റെ കേസ് ആവിയായി പോയ മാതിരി. സോരനെ ജയിലിലിട്ടു, ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ആ കേസ് അയാൾ മുഖ്യമന്ത്രി ആയിരിക്കുക. നാളെ വേണമെങ്കിൽ ആരെ വേണമെങ്കിലും, സതീശനെയോ DK ശിവകുമാറിനെയോ അല്ലെങ്കിൽ വിജയിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ, രേവന്ത് റെഡ്ഡിയോ, ഇവർക്ക് വേണ്ടാത്ത ഒരാളാണെങ്കിൽ അയാളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്ത് അയാൾ ജയിലിലിട്ട് അയാൾ മുഖ്യമന്ത്രി സ്ഥാനം പോലെ. അത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്ത് ചെയ്യാൻ പാടില്ലല്ലോ. ഒരാൾ അക്യൂസ്ഡ് ആയാൽ അതുകൊണ്ട് മാത്രം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ബില്ലാണ് കൊണ്ടുവരാൻ പോണത്. ആ ബില്ല് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ രാജ്യത്ത് അപകടമുണ്ടാക്കുന്ന ഒരു ബില്ലാണ്. അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. പിന്നെ ബില്ല് പാസ്സാകുമോ? 130 വകുപ്പാണ് മാറ്റാൻ പോണേ. അത് മാറ്റിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സുപ്രീം കോടതിക്ക് ഒരു കത്തെഴുതിയത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസ്യതയില്ലാത്ത ഒന്നായിരിക്കുന്നു. EVM വിശ്വാസ്യതയില്ലാത്ത ഒന്നായിരിക്കുന്നു. SIR വിശ്വാസ്യതയില്ലാത്ത ഒന്നായിരിക്കുന്നു. ഇതൊക്കെ ആളുകൾക്ക് കുറേശ്ശെയായിട്ട് ബോധ്യപ്പെട്ടു വരികയാണ്. ഇതുകൂടാതെ മോദിയുടെ ഒരു പ്രധാന പ്രശ്നം, 2 സംസ്ഥാനത്ത് BJP ഭരിക്കുന്നിടത്ത് അഴിമതിയുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. ഇപ്പൊ അഴിമതിയുടെ പ്രശ്നങ്ങൾ വരുന്നു. അതൊക്കെ മോദി കൊണ്ടുവന്ന ആൾക്കാരാണെന്ന് ശ്രദ്ധിക്കണം. മോദിയുടെ ആളുകളാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇതിനൊക്കെ മറുപടി പറയാതെ ഇനി മോദിക്ക് മുമ്പോട്ട് പോകാനാവില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു കേസെടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ രാജീവ് ചന്ദ്രശേഖരനെതിരെ സതീശൻ ഒരു കേസെടുത്ത് അയാളെ ജയിലിലിട്ടാൽ രാജീവ് ചന്ദ്രശേഖരൻ MLA സ്ഥാനം പോവില്ലേ? 30 ദിവസം ജയിലിട്ടാ പോരെ? കേസ് പിന്നെ 90 ദിവസം വരെ ജയിലിടാൻ കുറ്റപത്രം കൊടുക്കാം, സമയം മേടിക്കാം, കോടതിക്ക് കൊടുക്കാം. ഇയാൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം വന്നാൽ പോരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ പോരെ. അപ്പൊ അതുകൊണ്ട് അത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതോടുകൂടി മോഡിയുടെ ഇപ്പോഴുള്ള പോപ്പുലാരിറ്റി പിന്നെയും താഴാനാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്.